എന്തു പറയാനാണ്? ഞാൻ വളരെ ക്ഷീണിതനായതാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്ക്, ജീവിതത്തിൻ്റെ വ്യഗ്രത ഇപ്പോൾ ശാരീരികമായിട്ട് വളരെ ശ്രമത്തിലാണ്. പണ്ട് ഈ ധാരാളം പാലങ്ങൾ കെട്ടിയിട്ടുണ്ട്. എന്തു പാലം എന്ന് പറഞ്ഞാൽ നൂൽപ്പാലമാകും, ജീവിതത്തിൻ്റെ നൂൽപ്പാലം, ജീവിതമാകുന്ന നൂൽപ്പാലം മെനയാൻ വേണ്ടി ഞാൻ ധാരാളം കഷ്ടപ്പെട്ടേ. ഇനിയൊരു കഷ്ടപ്പാടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ മുഖങ്ങളിൽ കൂടി പാലങ്ങൾ നെയ്തു നെയ്ത്തുപണിയായി. കുറേ കാലം നെയ്ത്തുപണി എടുത്തു. നെയ്ത്തിൽ കൂടി പിന്നെ പൂജാവിധി സമ്പ്രദായത്തിലേക്ക് പോയി. അപ്പോൾ ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ ഞാൻ ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. എവിടെയാ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെ. നിങ്ങളും അടുത്ത് തന്നെ. അപ്പോൾ ഏകദേശ രൂപഭാവങ്ങളിൽ നമുക്ക് എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? താൻ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇനിയും ജീവിതം നനഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാൻ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ജീവചക്രത്തിലേക്ക് പോകണം. പശുവിനെ കച്ചവടമായിരുന്നു. പശുവിനൊക്കെ കുത്തുന്ന പശുവും കുത്താത്ത പശുവും പിന്നെ പന്തി കുത്തുള്ള പശു എന്തെല്ലാം കുത്താ. രാത്രി ഞാൻ ദിവസം നോക്കുമ്പോൾ പന്തിന്ന് ഭയങ്കര കുത്ത്. രാത്രി ഇങ്ങനെ കിടന്നതാ കടപട അടിക്കുന്ന സ്ഥിതി നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവർ തമ്മിൽ കുത്തുന്നതല്ലേ, കൊമ്പ് കൊണ്ട് കുത്തുന്ന ആ പശു. അത് ഇവർ തമ്മിലുള്ള കുത്ത്. അപ്പൊ അതിന്റെ പേരെന്താണെന്ന് മനസ്സിലായോ? പന്തി കുത്ത്. അതാ പന്തി കുത്ത്. അപ്പൊ എവിടെയാ കുത്ത് നടക്കുന്ന മുഴുവൻ നമ്മളിൽ തന്നെ. ജീവചക്രത്തിലും ഏത് ഭാഗത്തിലും കുത്ത് നമ്മളിൽ തന്നെയാണ്. അപ്പോൾ ആരെ ചെന്ന് നോക്കുമ്പോൾ ഇവർ തമ്മിൽ കുത്താണ്. അതിന്റെ പേരാണ് പന്തി കുത്ത് എന്നറിയപ്പെടുന്നത്. വേറെന്തൊക്കെയാ? പേരെന്താ? സന്തോഷ്. രാജേഷാണ്. ഓഹോ, രാജേഷ് എന്ന് പറയുമ്പോൾ വളരമായ എന്തൊക്കെയാ അവിടുത്തെ? അവിടെ ഇരിക്കുക. എന്താ ഇപ്പൊ എണ്ണ വെച്ചോണ്ടിരിക്കുന്നത്? എണ്ണ വെച്ചാ ഞാൻ കുറച്ചു ദിവസമായി ഒരു മേലിക്കൈ വേദന. ആ മേലിക്കൈ വേദന എന്താണെന്നറിയില്ല. കാലാവസ്ഥന്റെ വ്യതിയാനായിരിക്കാം. ഇന്നലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോ ഈ ശബ്ദ സ്പർശ രൂപരസ ഗന്ധാമീ ശുഭ്യം ധാം ജ്യോതിരഹം വരയാവ. അപ്പോ ഈ പിന്നെ പ്രകൃതിയുടെ മാറ്റം അത് ശരീരത്തിനെ ഭൂയാസത്തിലേക്ക് മുഴുവൻ ബാധിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആചാര്യന്മാരെ. അത് എന്നെയും ബാധിച്ചോ എന്നൊരു സംശയം. അപ്പൊ അവിടെ ഇവിടെ ഈ പിന്നെ ഒരു പൂച്ചി വലിക്കല്. അപ്പൊ തൃപ്തിയായില്ലേ? സന്തോഷമായില്ലേ? കാറ്റ് നമുക്ക് അനുകൂലമായില്ലേ? ഇപ്പം എന്തനുകൂലം? ഒക്കെ പ്രതികൂലമായിട്ടല്ലേ. സൂര്യാദി സർവ്വ രാഹുകേതു കുളിയൻ ഉച്ചബലവാന്മാരായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ബലഹീനതയാണല്ലോ അനുഭവപ്പെടുന്നത്. അപ്പൊ ഉച്ചക്ഷേത്രവ്യാധി ബലങ്ങളിൽ കൂടി കിട്ടുന്നതായ ഗ്രഹങ്ങളെ ഇത്യാദികൾ കൊണ്ട് നമുക്ക് പൂർണ്ണ ബലത്തിൽ കിട്ടുന്നില്ല. ഈ ജ്യോതിഷത്തിലൊക്കെ എത്ര അറിവുണ്ടായിട്ടാണോ ഈ ചൊവ്വാഴ്ച ദിവസം എണ്ണ വെച്ച് കുളിക്കുന്നത്? അറിവ് എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ദിവസം എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അസോട്ടന്റെ ഒരു വിചിത്രമായ ആഗ്രഹമാണല്ലോ. എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എണ്ണ കിട്ടുന്ന കാലത്തോളം എന്താകെ ഞാൻ വെറും മൊബൈൽ മാത്രമാണ് നോക്കി കളിക്കുന്നത്. പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം അറിയില്ലേ? അപ്പൊ ഈ ഉള്ള കാലത്തോളം ഉള്ള നല്ലോണം നമ്മോട് തേച്ച് കുളിക്കുക. ഇറാനിൽ എണ്ണ വരുന്നത് മുടങ്ങുന്നു വിചാരിച്ചിട്ടാ. എണ്ണ കിട്ടുന്നേ ഇല്ല. ആ എണ്ണയിന്റെ ഇറാൻ നല്ല താൻ അറിയില്ലേ? ഇറാനുമായിട്ടുള്ള യുദ്ധം അറിയില്ലേ? അത് എണ്ണയായിട്ട് എന്താ ബന്ധം? ഇനി ഈ എണ്ണ കൊണ്ട് ആ എണ്ണ നിർത്തലാക്കാൻ പോകും. ഇങ്ങോട്ട് കാറ്റും മതിയൊന്നും ഉണ്ടാവില്ല. അത് മറ്റേ എണ്ണയാ, ക്രൂഡ് ഓയിലാ. ഏതായാലും ഒക്കെ അടയ്ക്കാൻ പോവാണ്. ഒക്കെ അടച്ചു. നല്ല കാര്യം.